ഹായ് ഫ്രണ്ട്സ്, ടെക് ഫോർ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിബ്രെ ഓഫീസ് സോഫ്റ്റ്വെയറിൽ. ലിബ്രെ ഓഫീസ് പറയുമ്പോൾ റൈറ്റർ ആവാം, ഇംപ്രസ് ആവാം, കാൽക്ക് ആവാം, മാത്ത് ആവാം, ഡ്രോ ആവാം, ഇങ്ങനെ ഒരുപാട് ലിബ്രെ ഓഫീസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ മാത്തമാറ്റിക്സ് സിമ്പിൾസ് എങ്ങനെ ടൈപ്പ് ചെയ്യും? നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് റൈറ്ററിലും അതുപോലെ ഇംപ്രസിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് സിമ്പിൾസ് എങ്ങനെ ടൈപ്പ് ചെയ്യും, അതായത് ലാറ്റക്സിൻ്റെ സഹായമില്ലാതെ, അതുപോലെ ടെക് മാക്സ് എന്ന് പറയുന്ന ഈ സിമ്പിൾസ് ടൈപ്പ് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. ആ അപ്ഡേഷനൊന്നും സഹായമില്ലാതെ നമുക്ക് എങ്ങനെ നമുക്ക് ഉബുണ്ടു 18.04 ഉപയോഗിച്ച് അതിലെ ലിബ്രെ ഓഫീസ് റൈറ്ററും ലിബ്രെ ഓഫീസ് ഇംപ്രസും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ഈ മാത്തമാറ്റിക്സ് സിമ്പിൾസ് ടൈപ്പ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഇപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ്, ഇപ്പോൾ തുടക്കം എന്ന് പറയാം, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. സാധാരണ നമ്മൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഇതൊരു ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിന് ഞാനൊരു അനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെയാണ് അനിമേഷൻ കൊടുക്കുന്നത്, ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അനിമേഷൻ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ ഇത് മൊത്തത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ്പിയർ ആവുന്നത്. എനിക്കത് മാത്രം വേണ്ട, മാത്തമാറ്റിക്സ് മാത്രം ആദ്യം അപ്പിയർ ചെയ്യുന്നു, അതിനുശേഷം ക്യൂൻ ഓഫ് സയൻസ് എന്ന് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണെങ്കിൽ നമുക്ക് സാധാ ഒരു ലിബ്രെ ഓഫീസിലെ ഈ പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ റൈറ്ററിൽ, പ്രസൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇംപ്രസ് ആണ്, ലിബ്രെ ഓഫീസ് ഇംപ്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഓരോന്നും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിട്ട് അങ്ങ് ടെക്സ്റ്റ് കൊടുത്തേക്കുവാണ്. ഇപ്പം നേരിട്ട് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ലൈനിലെ ഈ ലൈനിൽ വരുന്ന ആ ടെക്സ്റ്റ് എല്ലാം ഒരുമിച്ച് നമ്മളിതുപോലെ അനിമേഷൻ അല്ലെങ്കിൽ എഫക്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അനിമേഷൻ കൊടുക്കുമ്പോൾ അത് അപ്പിയർ ആവും. എനിക്കതല്ല, ഇത് മാത്രം മതി എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയാണ് പറയുകയാണ്. മാത്തമാറ്റിക്സ് സിമ്പിൾസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത്. അതിനുവേണ്ടി ഇവിടെ തന്നെ ഉണ്ട്, ഇൻസേർട്ടിനായിട്ട് ഒബ്ജക്ട്സ് ഫോർമുലയ്ക്ക് പോവാം. ഇവിടെ പോയിട്ട് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു സൈസ് കൊടുക്കാം. നമുക്കൊരു ഏകദേശം ഒരു 28 എന്നോ അല്ലെങ്കിൽ 26 ആണ്. അതിനു വേണ്ടി ഇവിടെ നിന്നും ഇത് സെലക്ട് ചെയ്തിട്ട് ആട്രിബ്യൂട്ട്സിൽ സൈസ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 28 വേണമെങ്കിൽ 28. എന്നിട്ട് ആ ടെക്സ്റ്റ് ആണ് ഇവിടെ സൈസ് കൊടുക്കണം. ഇതിനകത്താണ് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ആ ടെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് കളർ കൊടുക്കാം. ഞാനൊരു ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ ബ്ലൂ കളർ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നോക്കണം, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഇത് ഓപ്പൺ ബ്രാക്കറ്റാണ്, അത് ക്ലോസ് ചെയ്യുന്നത്. രണ്ടിടത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിടത്തത് ക്ലോസ് ചെയ്യാൻ വേണം, ഇല്ലെങ്കിൽ നമുക്കത് അപ്പോൾ ഈ ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഇത് മാത്രം മതി, ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് എന്ന് മാത്രം മതിയെങ്കിൽ നമുക്ക് ഓരോ വട്ടവും സൈസിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്താൽ ഇതിനെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പം ഒരു Ctrl+C കൊടുത്ത് Ctrl+V കൊടുത്താൽ ഇത് കോപ്പി പേസ്റ്റ് ആയി അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിന് മാറ്റി വെച്ചാലാവും. എന്നിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ നമ്മളെ അതിൻ്റെ ഇവിടോട്ട് പോവുകയാണ്, ഈ വിൻഡോയിലോട്ട് പോവുകയാണ്. ഇവിടെ കൊടുത്താൽ മതി ഈസ് ദ ക്യൂൻ ഓഫ് ആണ്, ഇത് മാത്രം മാറ്റിയാൽ മതി. ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് എന്ന് കൊടുക്കാം. എന്നിട്ട് മാറ്റി ക്ലിക്ക് ചെയ്തോണ്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതേപോലെ അടുത്ത് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് ഓരോന്നും അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് മാത്രം നമുക്ക് അനിമേഷൻ കൊടുക്കാം, ഇതേപോലെ അടുത്തതിന് മാത്രം അനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഈ വരിയിൽ വരുന്ന ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുത്താൽ, ഇത് നമ്മളെ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ആവശ്യം വരും. ഒരു ലൈനിൽ നിന്ന് വരുന്ന ഓരോ സെൻറ്റൻസിനെയും ഇതേപോലെ സെപ്പറേറ്റ് അനിമേഷൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണിത്. എന്നിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? അപ്പോൾ
അപ്പോൾ ഇത്രയും മാത്രം മതിയെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് സിമ്പിൾസിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് ബൈ അടിക്കണം. ബൈ മുമ്പേ നമ്മൾ ഇതുപോലെ ഫോർമുലയിൽ പോകുന്നു. ഫോർമുലയിൽ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ട് എടുത്താൽ നമുക്ക് സൈസ് ഉണ്ട്, ഫോണ്ട് ഇത് ബോൾഡ് ആണോ എന്നുള്ളതുണ്ട്, ഫോണ്ട് സെലക്ട് ചെയ്യാം, അതുപോലെ ഇറ്റാലിക്സ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന കളറുകൾ ഏത് വേണേലും ചെയ്യാം. ടെക്മാക്സ് എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷൻ ഉണ്ട് ഈ ലാറ്റക്സിൻ്റെ ഒക്കെ. പക്ഷെ അതിനകത്ത് ചെയ്താൽ നമുക്ക് എല്ലാം ബ്ലാക്കേ വരത്തുള്ളൂ. അതിന് ഇതുപോലെ ഫോർമാറ്റ് ചെയ്താൽ വെച്ചാൽ ഈ കളറൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഒരുപാട്. അപ്പോൾ അതിനെക്കാട്ടും എളുപ്പം ഇതാണ്. നമ്മൾ ഒരു കളർ മാറ്റി കൊടുക്കുക, അപ്പോൾ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ടെക്സ്റ്റ് മാത്രം അല്ലെങ്കിൽ അവിടുത്തെ കണ്ടന്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തിനകത്ത് പോവാം, ഇവിടെ തന്നെ പോവാം. അപ്പോൾ നമുക്കിപ്പം പ്ലസ് ഒരു നമ്പർ ആണെങ്കിൽ ശ്രദ്ധിക്കണം, മൈനസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് അടിക്കുന്നതിനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്നു, എന്നിട്ട് ഈ സിമ്പിൾ എടുക്കുന്നു. അപ്പോൾ സൈസ് വേണമെങ്കിൽ കൊടുക്കാം. സൈസ് ഞാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇത് തന്നെ മതി. കളർ വെള്ളം മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലൂ മാറ്റിയിട്ട് ഇവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. റെഡ് എന്നോ വൈറ്റ് എന്നോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഇത് മാറ്റുന്നു, എന്നിട്ടാണ്ട് ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ വരും. അപ്പോൾ ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുത്താൽ മതി 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം കേട്ടോ, പ്ലസ് ഓർ മൈനസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നോക്കുക, നമുക്ക് ഇതുപോലെ ഇതെല്ലാം കൊടുക്കാവുന്നതാണ്. ഇൻറ്റു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻറ്റു കൊടുക്കുന്നത് നമുക്ക് എന്താണ്, ഈ ഇൻറ്റു എന്ന് പറയുന്നത് കീബോർഡിലില്ല. വെച്ചാൽ അത് ടൈംസ് എന്നാണത്. അതായത് ലാറ്റക്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ടൈംസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2x3. പക്ഷെ ഞാൻ അവിടെ സൈസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ചെറുതായിട്ട് കാണിച്ചേക്കുന്നത്. എൻ്റെ ഡീഫാൾട്ട് സൈസിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൈസ് കൊടുക്കാം. സൈസ് കൊടുക്കുമ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട് എടുത്തിട്ട് സൈസ് കൊടുക്കുക. ഇവിടെ 28 വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ മാറ്റണം. ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു. ഇനി വേണമെങ്കിൽ അവിടെ കളർ കൊടുക്കാം. കളർ ഞാൻ റെഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വരേണ്ടതാണ് മാറ്റുന്നത്. പിന്നെ ഞാനിവിടെ ബോൾഡ് കൂടെ കൊടുക്കുന്നുണ്ട്. ബോൾഡ് ഉണ്ടോ, ബോൾഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മൊത്തത്തിൽ അത് ബോൾഡായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 3 ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യാൻ വേണം. ഇല്ലെങ്കിൽ എറർ കാണിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, എറർ കാണിക്കും കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തിരിച്ചിട്ടേക്കുന്ന ഒരു എററാണത്. അപ്പോൾ അതിന് കാരണം നമ്മൾ ഇവിടെ ഒരെണ്ണം ക്ലോസ് ചെയ്യാനുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ ഇതൊക്കെ ഈ ഇൻറ്റു എന്ന് പറയുന്നത് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ കീബോർഡിലില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഡിവിഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് പലപ്പോഴും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എനിക്ക് റെഡ് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യുമ്പോൾ കളർ മാത്രം കൊടുത്താൽ മതി. സൈസ് മാറ്റുമ്പോൾ ഇവിടെ വല്ലതും മാറ്റിയാൽ മാത്രം മതി, സൈസൊക്കെ മാറ്റണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ സിമ്പിൾ എടുക്കുന്നു, ബൈ. അപ്പോൾ ഇവിടെ നമ്മളൊരു നമ്പർ കൊടുക്കുന്നു 2, ഇവിടെ കൊടുക്കുന്നു 5. നിങ്ങൾ നോക്കിയോ, 2/5. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം. അതിൻ്റെ പ്രത്യേകത ഒരു ഇമേജ് പോലാണ് ഇത് സേവ് ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ടെക്മാക്സ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഒരു സെലക്ഷനൊക്കെ വരും. അതിനെ ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർമാറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന അതിന് കൂടുതൽ മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ രീതിയാണെങ്കിൽ നമുക്ക് കൂടുതൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അടുത്ത റിലേഷൻസ് എടുക്കുന്നു. ഇപ്പം ഈക്വൽ ടു റിലേഷൻ നമുക്ക് അതിനകത്തുണ്ട്. ഇവിടെ നമ്മുടെ കീബോർഡിൽ നോട്ട് ഈക്വൽ ടു ഇല്ല. അപ്പോൾ അതിന് ഞാനിവിടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കുന്നതിന് ഇത് മാത്രം മാറ്റിയാലും മതി. ഈ സിമ്പിൾ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സിമ്പിൾ എടുക്കുമ്പോൾ ഈ സിമ്പിൾ എടുത്തു. അപ്പോൾ ഇത് മാത്രം അതിന് പകരം നമ്മൾ നമ്പർ അടിച്ചിട്ടുണ്ട്. ഇപ്പം 2 നോട്ട് ഈക്വൽ ടു 3 കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കും, ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നോട്ട് ഈക്വൽ ടു അടിക്കുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒരുമിച്ച് അടിച്ചാൽ നോട്ട് ഈക്വൽ ടു എന്ന സിമ്പിളാണ്. അപ്പോൾ ആ സിമ്പിൾ നമുക്ക് അവിടെ കിട്ടും. അതാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എപ്പോഴും നമ്മൾ ഈ സൈസും കളറൊന്നും ആവശ്യം ഇല്ല. നമുക്ക് ഒരു വട്ടം എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് അതിനുള്ള സമയം ലാഭിക്കാം. പിന്നെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുക, സൈസ് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റിയാൽ മതി. ഇനി അടുത്ത നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് വേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ
ഇത് നമ്മൾ ലിമിറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ടുവേഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഇവിടെ സെലക്ട് മൗസ് കൊണ്ട് വെച്ചെങ്കിലേ അത് അവിടെ വരത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വരത്തുള്ളൂ, അത് അവിടെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ടു ഇംപ്ലൈസ് അല്ല ഒരു വൈ എന്ന് കൊടുക്കുന്നു, ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അതുപോലെ അടുത്ത ഞാൻ നോക്കുന്നു, അടുത്ത ഇവിടെ നമുക്ക് ഈ ഇംപ്ലൈസ്, ഇത് നമുക്കറിയാവുന്നതാണ് ഇംപ്ലൈസ്. അപ്പോൾ ടുവേഡ് മാറ്റിയിട്ട് ഇംപ്ലൈസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ടുവേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ആരോ ആണെന്ന് കൂടി മനസ്സിലാക്കിയാൽ പിന്നീട് നമുക്കിത് ഈ സെലക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന അവിടെ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കാൻ ആവശ്യം നേരത്തെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് മറ്റേ ഞാൻ വായിച്ചു കളഞ്ഞത്. അപ്പോൾ ഇത് ടു ഡ്രോ വൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇംപ്ലൈസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ഇതങ്ങനല്ല, ഇത് ഇവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് ആയിട്ട് പോവുകയാണെങ്കിൽ അത് മുന്നോട്ട് മേളിലോട്ട് പോകുന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് മാത്തമാറ്റിക്സുകാർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഉപകാരമാണ്. അതുപോലെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്ത പാരകൾ ഒക്കെ ഉണ്ട് ഇവിടെ, പ്രൊപ്പോർഷണൽ എന്നൊക്കെ പറയുന്ന എല്ലാം നമുക്കിവിടെ ഉണ്ട്. അടുത്ത മൂന്നാമത്തെ സെറ്റ് ഓപ്പറേഷൻസ്. ഇപ്പം നമുക്ക് നോട്ട് ബിലോങ്സ് ടു ഒക്കെ അടിക്കണമെങ്കിലൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ ദാണ്ടെ ഇത് സെലക്ട് ചെയ്യുന്നു, ഞാൻ കളർ ഒന്ന് മാറ്റുന്നു, ഞാൻ ഇവിടെ പർപ്പിൾ എന്ന് കൊടുക്കുന്നു, സൈസ് ഒന്ന് മാറ്റി 32 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഇത്ര ടെക്സ്റ്റ് മാറ്റുക. എന്നിട്ട് ഞാൻ ഈ സിമ്പിൾ എടുക്കുന്നു, സെറ്റിനകത്തെ ബിലോങ്സ് ടു, അപ്പോൾ ടു ഇൻ എ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ടു ബിലോങ്സ് ടു എ എന്ന് കിട്ടും. അപ്പോൾ ഈ ചിഹ്നത്തിൻ്റെ യഥാർത്ഥ ഇന്നെന്ന് പറയുന്നത് ഈ ചിഹ്നമാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മതി. ഈ ചിഹ്നമാണ് ഇന്നെന്ന് പറയുന്നത്. ഇപ്പം നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി, ഈ സിമ്പിൾ കൊടുക്കുക, ഈ സിമ്പിൾ കൊടുക്കുക. അതുപോലെ യൂണിയൻ ആയാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ യൂണിയൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സബ്സെറ്റിന് ഇതേപോലെ കൊടുക്കാം. പിന്നെ നമ്മുടെ സെറ്റുകൾ എടുക്കാം, നമുക്ക് ഇതേപോലെ നമ്പർ സെറ്റുകൾ. ഇപ്പം എനിക്കിവിടെ n വേണമെങ്കിൽ ഈ n സെലക്ട് ചെയ്താൽ മതി. ഇതാണ് യഥാർത്ഥ നമ്പർ സെറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സിമ്പിൾ. ഇനി അവിടെ നിന്ന് വേറെ, അപ്പോൾ ഇത് സെറ്റിൻ്റെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഇന്ന് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ ഇത് മാറ്റിയിട്ട് ഉണ്ടോ, അപ്പോൾ ഇവിടെ സെറ്റ് സി എന്ന് എഴുതിയാലും മതി, ആ കമാൻഡ് വരും. അതിൻ്റെ കമാൻഡ് സെറ്റ് സി എന്നാണ് ഇത് കിട്ടുന്നുള്ള കമാൻഡ്. അത് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ വരികയാണ്. അടുത്തതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ ഇതെല്ലാം അതുപോലെ ഫൈയൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ ഫൈയൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അടുത്ത സെറ്റ് ഫങ്ഷൻസിനകത്ത് നമ്മൾ മോഡുലസ് അടിക്കുന്നത് പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2, 3 എന്ന് കൊടുത്താൽ മതി. അപ്പം ഇവിടെ കിട്ടുന്ന ആപ്ഷൻ ഉണ്ട്, ABS2 എന്നാണ്. അപ്പോൾ അത് മോഡ് 4 എന്നാണ്. അപ്പോൾ മോഡ് 4 എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പോണൻഷ്യൽ അടിക്കാം, ക്യൂബ് റൂട്ട് അടിക്കാം, ക്യൂബ് റൂട്ട് ഒക്കെ അടിക്കാം. അതുപോലെ ഏത് റൂട്ട് വേണമെങ്കിലും നമുക്കിവിടെ എന്ത് റൂട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും, അതിന് കാണിച്ചു തരാം. അത് ഞാൻ ഇവിടെ സെലക്ഷൻ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ അത് വന്നത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതെടുത്തു, ഇവിടെ 4 കൊടുക്കുന്നു, ഇവിടെ 64 കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം നമ്പർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 4th root of 64 എന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ നമ്മുടെ കീബോർഡിനകത്ത് നിന്ന് ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഇനി ചെയ്യുമ്പം അടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ ഇന്നും പോയി അടുത്ത സെറ്റിൽ അടുത്ത ഓപ്പറേഷൻ ഏതാണ്, ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഫംഗ്ഷനിൽ ഇത് വേണമെങ്കിൽ ഏത് വേണം, ലോഗായാലും നമ്മുടെ ഫാക്ടോറിയലും അതുപോലെ സൈനും കോസും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏറ്റവും ഉപയോഗിക്കുന്നത് ഈ ലിമിറ്റിൻ്റെ കേസാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇത് മാറ്റുക, ഈ അകത്ത് കിടക്കുന്ന ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ എന്താണോ വേണ്ടത് നോക്കണം. ഇപ്പോൾ x ടെൻസ് ടു 3 ആണെങ്കിൽ, പക്ഷേ അപ്പോൾ x ടെൻസ് ടു 3 എന്ന് പറയുന്നത് ടെൻസ് ടു എന്നുള്ളതിൻ്റെ ആരോ വേണം. അത് നമ്മൾ റിലേഷനകത്ത് പോയി ഇത് അവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് 2 വേണമെന്ന് അടിച്ചാലും മതി. അപ്പോൾ x ടെൻസ് ടു 2 ഉണ്ടോ.
എന്നിട്ട് ഇവിടെ എന്താ, ഇവിടെ ആ ഫംഗ്ഷൻ കൊടുക്കുക എഫ് ഓഫ് എക്സ്. ഇഷ്ടമുള്ള ഫംഗ്ഷനാണ്, ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നോക്കുക, കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. കാരണം ബാക്കിയൊന്നും നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല, സൈസ് എടുക്കേണ്ട കാര്യമില്ല. സൈസ് എല്ലാം മാറ്റണമെങ്കിൽ മാറ്റാം, കളർ മാറ്റിയാൽ മതി. ഇപ്പോൾ കളർ വേണമെങ്കിൽ ഞാനിവിടെ വേറൊരു കളർ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ആട്രിബ്യൂട്ട് എടുത്തിട്ട് ഇവിടുത്തെ കളർ നോക്കിയാൽ മതി. ഇത് ഈ പേര് കൊടുത്താൽ മതി, മെറൂൺ ടൈപ്പ് ചെയ്താൽ മതി അവിടെ, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്താലും മതി. അത് മെറൂണായി മാറും. എന്നിട്ട് അതിനെ ഒന്ന് മാറ്റാൻ പോയാൽ അടുത്തൊരു ഓപ്പറേഷനുകൾ പോയാണ്. അപ്പോൾ ഇവിടെ ഇന്നും പിന്നെ സിഗ്മ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സിഗ്മ നമ്മൾ ഇത് വേണേലും ഉപയോഗിക്കാം, ഇത് വേണേലും ഉപയോഗിക്കാം, ഏത് വേണേലും ഉപയോഗിക്കാം. സിഗ്മ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ലിമിറ്റ് കൊടുത്തതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ ഇവിടെ n = 1 എന്ന് കൊടുക്കുക. n = 1 ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പം x⁻n എന്ന് കൊടുക്കുന്നു. അത് നമ്മൾ സാധാ ടൈപ്പ് ചെയ്തതിൻ്റെ കൂട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നേരത്തെ ആ ലിമിറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ അവിടെ കിടന്നുകൊണ്ടാണ് അവിടെ എറർ കാണിച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇനി അതുപോലെ അടുത്തതാണ്, അവിടെ ഇന്ന് നമുക്ക് ഇനിയും ഓപ്പറേഷൻസ് ഉണ്ട്. സിഗ്മ ഉപയോഗിക്കാം, അതുപോലെ ഇൻ്റഗ്രൽ കേട്ടോ. ഇത് ഇൻ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ മാറ്റുന്നു. ഇത് മാറ്റിയിട്ടേ അവിടെ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കും, പിന്നെ അത് നമുക്ക് എറർ കാണിക്കും. ഉണ്ടോ, ഇൻറ്റ് ഫ്രം. ഇപ്പോൾ ഇവിടെ ഇപ്പം 2 എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, നമുക്കതല്ല വേണ്ടേ. നമുക്കിവിടെ ഈ കമാൻഡ് കൊടുക്കുക. മാത്സ് അധ്യാപകർ ഉപയോഗിക്കുന്ന സിമ്പിളാണ്, ഈ ബുദ്ധിമുട്ടുന്നൊരു സിമ്പിളാണ് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നമുക്ക് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ. അപ്പോൾ ഇത് മാറ്റുക, ഈ സിമ്പിൾ. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് വാല്യൂ 0യും അപ്പോൾ എൻഡ് വാല്യൂ നമ്മൾ 0 to 2 എന്നൊക്കെ പറയുന്നത്. എൻഡ് വാല്യൂ ഞാനൊരു 5 കൊടുക്കുന്നു. ഇവിടെ x² എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻ്റഗ്രൽ നമുക്കിത് ടൈപ്പ് ചെയ്യാം. നേരത്തെയൊക്കെ ഇതൊക്കെ വലിയ പാടായിരുന്നു നമുക്ക് ടൈപ്പ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോപ്പി പേസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത വർക്ക് ചെയ്യാണ്. അടുത്തത് വീണ്ടും ഓപ്പറേഷൻ അതോട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഇനി ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് വേണ്ട. നമുക്കിനി അടുത്ത അട്രിബ്യൂട്ട് ഞാൻ പറഞ്ഞതാണ്. അട്രിബ്യൂട്ടിനകത്ത് നമുക്കിപ്പം അതുപോലെ x⁻ എന്നൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ താഴെ ഇതുപോലുള്ള സിമ്പിൾസ് ഇപ്പം വെക്ടറിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇവിടെ ഞാനിപ്പം AB ഇതെടുത്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് AB എന്ന് ടൈപ്പ് ചെയ്ത് ക്യാപിറ്റൽ AB. ഇതൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത അട്രിബ്യൂട്ടിനകത്ത് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ് ബോൾഡ്. ഞാൻ മുമ്പ് ഇതെല്ലാം ബോൾഡാക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബോൾഡാക്കുമ്പം ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ അത് ഈ ബോൾഡിന് ഒരു ബ്രാക്കറ്റ് ഇടുക. സാധാരണ ഇതിനകത്ത് ബ്രാക്കറ്റ് ഇല്ല, നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫോണ്ട് മാറ്റാം, ഉണ്ടോ, അതൊക്കെ ഫോണ്ടൊക്കെ നമുക്ക് മാറ്റാം. ഞാൻ ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഫോണ്ട് ആണെങ്കിൽ ഇവിടെ കൊണ്ട് ഫോണ്ട് കൊടുക്കുക, എന്നിട്ട് ഫോണ്ടിൻ്റെ നെയിമൊക്കെ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നില്ല, നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ബ്രാക്കറ്റുകളുണ്ട്. ഇത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു ബ്രാക്കറ്റ് മാത്രം ടൈപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഓരോ എലമെൻറ്റ് മതിയെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ സെറ്റിൻ്റെ സിമ്പിളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്രേസസ് ഉപയോഗിക്കാം. എന്നിട്ട് അതിനകത്ത് എലമെൻറ്റ് കോമയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കുക. ഇതൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് സെറ്റിൻ്റെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അടുത്ത ഫോർമാറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ പവറായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പം ഇത് 2 അത് നോക്കാം. ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് നമുക്കിതേപോലെ ഇത് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമുക്കിപ്പം മെട്രിക്സ് ഉപയോഗിക്കണം. മെട്രിക്സ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അപ്പോൾ ഇത് മാറ്റുന്നു. മെട്രിക്സ് ഒക്കെ നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ മെട്രിക്സ് എടുക്കുന്നു.
ഉണ്ട്, ഇവിടെ ടൈപ്പ് ചെയ്യുന്നു 2. അപ്പോൾ ഇത് മാറ്റുന്നു. അപ്പോൾ ഇത് മെട്രിക്സ്, ഇത് 2 ആണ്. ഇവിടെ അടുത്ത നമ്പർ, ആ റോയിലെ അടുത്ത നമ്പറാണ്. ഈ 2 ഹാഷ് കൊടുത്താൽ അടുത്ത ലൈനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 2/2 ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു 4 കൊടുക്കുന്നു, ഇവിടെ 5 കൊടുക്കുന്നു. അപ്പോൾ നോക്കാം, ഇതാണ് മെട്രിക്സ്. പക്ഷേ സിമ്പൽ വന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് മുമ്പേ പറഞ്ഞ ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഏത് ബ്രാക്കറ്റ് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ സാധാരണ ഈ ബ്രാക്കറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് എടുക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, ഇത് മാറ്റിയിട്ട് ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്താൽ മതി. മെട്രിക്സ് കിട്ടും. ഇനി ഇതല്ല എങ്കിൽ ആ ബ്രാക്കറ്റ് എടുക്കാതെ, അപ്പോൾ ഇത് ഞാൻ ബ്രാക്കറ്റ് മാറ്റുന്നു, ഈ ബ്രാക്കറ്റ് എടുക്കുന്നു. നമ്മൾ മെട്രിക്സ് അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് എടുക്കുന്നു മെട്രിക്സിന്. അപ്പോൾ ഇവിടെ നമ്മൾ മൗസിൻ്റെ കൾസർ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഉണ്ട്, എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഈ പറയുന്ന ഇത് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെയാണ് ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, മെട്രിക്സ് എടുക്കണം. എന്നിട്ട് അത് ഫോർമാറ്റിൽ പോയിട്ട് മെട്രിക്സ് കൊടുക്കുക. ഇവിടെ 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, 5 കൊടുക്കുന്നു, ഇഷ്ടമുള്ള കൊടുക്കാം. ഒരു -1 കൊടുക്കും. അപ്പോൾ നോക്കാം, ഉണ്ട്, കറക്റ്റ് മെട്രിക്സ് പോലെ വന്നില്ലയോ. ഇനി ഇതിൻ്റെ റോയും കോളവും കൂട്ടണമെങ്കിൽ, ഇതിൻ്റെ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഇനി അടുത്ത 2 ഹാഷ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ലൈനിലോട്ട് പോകും. ഒരു സ്പേസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് അടുത്ത നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ഒരു സ്പേസ് കൊടുക്കുന്നു, ഹാഷ് കൊടുക്കുന്നു. എന്നിട്ട് 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അത് 3/2 ആയി മാറും. ഇനി ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഹാഷ് കൊടുത്തിട്ട് ഒരു നമ്പർ കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും അതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഈ ബ്രാക്കറ്റ് വേണ്ടെങ്കിൽ നമുക്ക് മറ്റ് ബ്രാക്കറ്റിനകത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ആ ബ്രാക്കറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മെട്രിക്സിൻ്റെ അത് സെലക്ട് ചെയ്തിട്ട് അത് 2/2 ആണോ 3/2 ഒക്കെ നമ്മൾ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. നമുക്കൊരു 2/2 കിടക്കുന്നത്, അതിന് നമുക്ക് 2/2 സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള റോയും കോളോ ഒക്കെ ഹാഷ് ഉപയോഗിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മെട്രിക്സ് ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് ടൈപ്പ് നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ ടെക്സ്റ്റ് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ബ്രാക്കറ്റ് എടുക്കുക. ബ്രാക്കറ്റിൽ ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ വരും. ഇവിടെ ടെക്സ്റ്റ് കൊടുത്താൽ മതി, ഇവിടെ മെട്രിക്സ് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫോർമാറ്റിൽ പോയിട്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ മെട്രിക്സ് കൊടുക്കുന്നു. ഇവിടെ 2 കൊടുക്കാം, ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഹാഷ് കളയരുത്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നിടത്താണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ഡിറ്റർമിനൻറ്റും ഇതേപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലൈനിലോട്ട് പോകുന്നതിന് ഇത് ഉപയോഗിക്കാം. ഇതെന്ന് പറയുമ്പോൾ സ്മാൾ ഗ്യാപ്പ് കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ പറയാൻ ഇവിടുത്തെ എന്ത് ചെയ്തു, ഇതെല്ലാം അടുത്തടുത്ത് വന്നു പോയി. അപ്പോൾ അവിടെ സ്പേസ് കൊടുക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഈ ഫോർമാറ്റിലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് കിട്ടും. ഇങ്ങനെ നമുക്ക് സ്പേസ് കൊടുക്കാം. ഇനി ഇത് കൊടുത്താൽ ഒരു സ്മോൾ ഗ്യാപ്പാണ്, ഇത് ഇച്ചിരി വലിയ ഗ്യാപ്പ് കിട്ടുമെന്നേ ഉള്ളൂ. അവിടെ ബ്ലാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ സെൻറ്ററാണോ അതൊക്കെ നമുക്ക് ഇത് മേളിൽ കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ സെൻറ്റർ വേണമെന്നൊക്കെ ഇത് അലൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റും, റൈറ്റിന് വേണമെന്നൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വെർട്ടിക്കൽസ് താഴോട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ അത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കില്ല. പക്ഷേ മെട്രിക്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിവിടെ സ്പേസ് വന്നുകൊണ്ടോ നമുക്ക് ഇത്രയും സ്പേസ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ഇത് മാറ്റിയിട്ട് ഇത് ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ സ്പേസ് കുറഞ്ഞ് കിട്ടും.
അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടും. കുറച്ച് ഗ്യാപ്പ് മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. അത് രണ്ടും നമുക്ക് ഗ്യാപ്പിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ സിമ്പിൾസ് ഇൻഫിനിറ്റി വേണമെങ്കിൽ അടുത്ത അതേഴ്സിൽ പോയി ഇൻഫിനിറ്റി വേണമെങ്കിൽ ഇതൊക്കെ ദെയർ എക്സിസ്റ്റ് ഫോർ ആൾ എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെ ഇതുണ്ട്. ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ അപ്പ് ആരോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാത്തമാറ്റിക്സിൻ്റെ എല്ലാ സിമ്പിൾസും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ മാത്രമല്ല, നമുക്കിനി ഒരു പ്രസൻറ്റേഷൻ ഇനി നമുക്കൊരു ലിബർ ഓഫീസ് റൈറ്റർ എടുത്താലും ഇതേപോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതും ഇവിടെ എടുക്കുമ്പോഴും അത് തന്നെയാണ്. എന്താണ് ഇവിടെ പോയി ഇത് ഇൻസേർട്ടിൽ പോയി ഒബ്ജക്റ്റിൽ പോയി ഫോർമുല ഉപയോഗിച്ച് ഇതേ കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാത്തമാറ്റിക്സ് സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ ഇപ്പോൾ ഈക്വൽ ടു ഇപ്പോൾ 2x എന്നൊക്കെ എഴുതുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഈക്വൽ ടു കൊടുക്കുന്നു. നമുക്ക് സാധാ കീബോർഡിൽ ഈക്വൽ ടു കൊടുത്തിട്ട് ഞാനൊരു 2x എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ മാറ്റമെന്ന്. അപ്പോൾ ഇവിടെ എററുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു എറർ ഉണ്ടെന്നാണ് ഈ കാണിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് സാരമില്ല, ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. ആ എറർ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പ്ലസ് മാത്രം ഇതേപോലെ ടൈപ്പ് ചെയ്താലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്ലസ് ആയാലും മൈനസ് ആയാലും ചെയ്യുമ്പോൾ ഇത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ആ പ്രശ്നം അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിൾസ് മാത്തമാറ്റിക്സിൽ നമ്മൾ +1 വരെയുള്ള ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ സിമ്പിൾസും നമുക്ക് ലിബ്രെ ഓഫീസിലെ ഈ ഇൻസേർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണെന്ന് കൂടി ഓർമ്മ വെച്ചേക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന എംബഡർ ഒബ്ജക്റ്റ് OLE എന്നാണ് ഇത് ഒബ്ജക്റ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് അനിമേഷനൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം അങ്ങനെ. ഇപ്പോൾ ഏത് സിമ്പിൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് ഈ പ്രസൻറ്റേഷനൊക്കെ ഉപയോഗിക്കാനായി ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇതേപോലുള്ള പ്രസൻറ്റേഷൻസൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് വളരെ സഹായകമാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്തമാറ്റിക്സ് അധ്യാപകർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം മാത്തമാറ്റിക്സ് സിമ്പിൾസ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളതൊന്നും സാധാരണ എഴുതി കാണിക്കുകവരെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ ക്ലാസ്സിലൊക്കെ നമുക്ക് ഹൈടെക് ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ മാത്തമാറ്റിക്സ് സിമ്പിൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇതുപോലെ പ്രസൻറ്റേഷനൊക്കെ തയ്യാറായി ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.